ഹലോ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണല്ലേ വരുന്നത്. കാരണം പഠിത്തം ആ ഒരു രീതിയിൽ പോയേക്കായിരുന്നേ, അതുകൊണ്ടാണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് മോർണിംഗ് ഹാബിറ്റ്സോ മോർണിംഗിലെ രാവിലത്തെ ജോലിയെ പറ്റിയോ ഒക്കെ ഉള്ളൊരു വീഡിയോ ആണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി എടുക്കണം കേട്ടോ. രണ്ട് മണ്ടയ്ക്ക് പോകണം. വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ട് നമുക്ക് മണ്ടയ്ക്ക് പോകാമേ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ തുണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടത്. ഇപ്പോൾ എടുത്തിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പറ്റുന്നില്ല. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ചൂട് കൊടുക്കുന്ന മനുഷ്യന്. ഇപ്പോൾ നമ്മൾ മുകളിലെത്തി കേട്ടോ. ചെറിയൊരു ഇളം ചൂടുണ്ട്, ഇളം വെയിൽ. നമ്മുടെ അപ്പുറത്ത് ബാൽക്കണിയാണേ, അങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇച്ചിരി പാടല്ലേ കൂടെ പോകാൻ, കണ്ടോ? അവിടെ ഓടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അതിൽ കാണിച്ച ഒരു വീടാണ് മുമ്പ് കണ്ടത്. നമുക്ക് പോവാം. ഇച്ചിരി പാടാണ് ഇതിലേക്കൂടെ പോകാൻ, കണ്ടോ? നമ്മുടെ ദേഹത്ത് അഴുക്കും പറ്റും. നമുക്ക് തുണി വയ്ക്കാം. ഞാനപ്പോഴത്തേക്കും ക്യാമറയൊക്കെ സെറ്റാക്കി. ഞാൻ തുണി വിരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. തുണി വിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും തീരുന്ന പണിയല്ല എന്ന്. കാരണം നല്ല ഇളം വെയിലും വരുന്നുണ്ട്. നമ്മുടെ മുഖത്തോട്ടാണ് കേട്ടോ അതടിക്കുന്നത്. മാത്രമല്ല തുണി നല്ല ഭാരമുള്ള തുണിയാണ്. നമ്മുടെ മെത്തക്കാരൊക്കെ ഉണ്ട്. തുണി വെച്ചോണ്ടിരിക്കുകയാണ്, കണ്ട. ഇന്ന് നടക്കുന്ന പരിപാടി ഇങ്ങനെ മനസ്സിലായി. ഇപ്പം ഞാൻ തുണിയോടെ വെച്ചിട്ട് വീണ്ടും ക്യാമറ എടുത്ത് തന്നെ വന്നു. എന്നിട്ട് ഇന്ന് നടക്കുന്നൊന്നും പണിയല്ല, ഇച്ചിരി കഴിയണം എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യണം. വെയിറ്റ്. ഓക്കെ, ഞാൻ തുണി എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് താഴേക്ക് പോവാം. കമോൺ. നല്ല വെയിൽ വരുന്നുണ്ട്. താഴേക്ക് നമുക്ക് പോകാമേ. അവിടെ ഒരു ബക്കറ്റിനകത്ത് കുറച്ചൊക്കെ തുണിയൊക്കെ വെച്ചിട്ടുണ്ടേ, തുണക്കി വെച്ചേക്കുന്നൊന്നും എടുത്തില്ല. ഞാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. നമുക്ക് താഴെ ചെന്നിട്ട് ഇച്ചിരി ജോലിയും കൂടെ ഉണ്ടേ. ഇച്ചിരിയല്ല, അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ താഴെ വന്നു. എൻ്റെ ഫേസ് ഒന്ന് കഴുകണം, കാരണം മണ്ടയ്ക്ക് പോയി ചെറുതായിട്ടൊക്കെ വീർത്തു. കഴുകിയിട്ടും കാര്യമൊന്നുമില്ല, എന്നാലും ഒന്നും കൂടെ ഞാൻ കഴുകി. ഇപ്പോൾ ടാനൊക്കെ റിമൂവായി. ക്യാമറ ഇടണമെന്ന് ഓർക്കാതെ ടവലെടുക്കാനായിട്ട് അങ്ങ് നടന്നു പോയിട്ടു ക്യാമറ ഓഫാക്കാതെ. കൈ മുറിഞ്ഞതാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിൻ്റെ കയ്യിൽ ആ മുറിവ് പൊറ്റ ഇളകിപ്പോയതിൻ്റെ ആണ്. ഓക്കെ, ഞാൻ മുഖമൊക്കെ തുടച്ചു. ഓക്കെ, സെറ്റായി. പൊട്ട് പോയിരുന്നതിൻ്റെ കിട്ടും. പൊട്ടൊക്കെ സെറ്റാക്കി. ഇങ്ങനെ വലിച്ചു തുടയ്ക്കാറില്ല കേട്ടോ, ഞാൻ ഇതേപോലെ ഒപ്പി എടുക്കാറേ ഉള്ളൂ. ഓക്കെ, ഡൺ. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. നമുക്ക് വെളിയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പിച്ചിക്കൊണ്ട് വരണം. നമ്മുടെ ഇവിടെ തന്നെയുള്ള ആദ്യക്ക പഠിത്തം നോക്കണം. ആദ്യക്ക അടുത്തോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ, അതിനകത്ത് അവിടെ തൂക്കിയിട്ടേക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു ഇതായിരുന്നു, തുടയ്ക്കുന്നതായിരുന്നു. അത് പിന്നെ നശിച്ചു പോയതാണ്. ഈ പായലൊക്കെ വന്നതിന് മണ്ടയ്ക്ക് ഇഷ്ടംമാതിരി നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ കരിവേപ്പില വെച്ചാനായിട്ട് പോയേ. കരിവേപ്പില ചേട്ടോ. ഓക്കെ, കരിവേപ്പില പിച്ചിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊന്നും പിച്ചി തീരുന്നില്ല, കാരണം ഒരു കൈ ക്യാമറ ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ പിച്ചി കഴിഞ്ഞു. നമുക്കത് കൊണ്ടുപോയി കഴുകണേ പൈപ്പിനകത്ത്.
ഞാൻ പൈപ്പിനകത്ത് വെച്ച് കഴുകുകയാണ്. പൈപ്പ് ഓഫാക്കി നമുക്ക് മുളകും കൂടെ പിച്ചണം. മുളക് പിച്ചാനായിട്ട് നമ്മുടെ പറമ്പിലോട്ട് പോകണം. പറമ്പല്ല, നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ട് പോകണേ. ഓക്കെ, അത് അപ്പുറത്തുള്ളത് നമ്മുടെ ചെറിയ കാന്താരിയില്ലേ, പച്ചക്കാന്താരി. ഇത് നമ്മുടെ വലിയ മുട്ടുമുളകിൻ്റെ കൂട്ടുള്ള പാൽമുളക്. ഇത് നല്ല എരിവാണ്. അത് 2 എണ്ണം ഞാൻ പിച്ചി. പക്ഷേ ഇത് പിച്ചേണ്ട ആവശ്യമില്ലായിരുന്നു. 3 എണ്ണം ഞാൻ പിച്ചിട്ടോ. അതുകൊണ്ട് ഞാൻ പിച്ചേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അകത്ത് പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം പിച്ചി നമ്മൾ വീണ്ടും അകത്തേക്കാണ് പോകുന്നത്. എല്ലാം ഞാൻ പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇത് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അടുത്ത ജോലി നമുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് കാണിച്ചു തരാണ് നിങ്ങളെ. പിന്നെ നമ്മൾ പിച്ചിക്കൊണ്ടുവന്ന മുളകും അമ്മ അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കാണിച്ചു. അമ്മ അതിൻ്റെ ഇടയ്ക്കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മുളക് പിച്ചിണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്നോ. അത് നമ്മുടെ കുഴക്കട്ട. മറ്റേ അടുപ്പിൽ എന്താ ഇരിക്കണേന്നാ, ചൂട് കാരണം പൊക്കി വെക്കാൻ വയ്യ. ഓക്കെ, നമുക്ക് വെളിയിലിറങ്ങി നമ്മുടെ ചെമ്പരത്തി താളിക്ക് വേണ്ടി ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ പിച്ചണേ. അതിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് പിച്ചാണ്. പൂ നമുക്ക് ഇതിനകത്തുള്ളതെല്ലാം നമ്മൾ പിച്ചാണ്. എന്നാലേ നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടുള്ളൂ. 2-3 എണ്ണേ പൂവുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഇലയാണ് പിച്ച. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റോസാപ്പൂ കിളിച്ചിങ്ങനെ കണ്ടേ. ഓക്കെ, അപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ ചവിട്ടി എടുത്തിട്ടുണ്ടെന്ന്. മക്കളെ ചവിട്ടി കൂടെ എടുത്തിട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ചവിട്ടി എടുത്തിട്ട് വെയിലുള്ള സ്ഥലത്തോട്ടും നമ്മളെ കഴുകാനായിട്ട് എടുത്തിടണമായിരുന്നു. അപ്പോൾ കഴുകാനായിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ. അതിൻ്റെ ഇടയ്ക്കൂടെ നേരിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പം ഞാൻ വെള്ളം കഴുകിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകാനായിട്ടാണ്. പൈപ്പിനകത്ത് വെള്ളം ഒക്കെ ഒഴിച്ചു, സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു, അതിനകത്ത് സെറ്റാക്കി. നമുക്ക് നമ്മുടെ പൈപ്പ് വെച്ചിട്ട് പൈപ്പിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇത് വെച്ച് നമ്മൾ ഇതിനകത്തൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒറ്റക്കൈ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നോക്കണം. നമ്മുടെ വീഡിയോയും എടുത്ത് പൈപ്പ് ഓഫാക്കി നമ്മൾ വീണ്ടും അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിനി അകത്ത് ജോലിയുണ്ട്. പെരയ്ക്കകമൊക്കെ തൂക്കണം. പെരയ്ക്കകം തൂക്കാനായിട്ട് ഇതപ്പോഴത്തേക്ക് ചൂല് ചാടിപ്പോയി. രക്ഷയെന്ന് ഞാൻ പറഞ്ഞു. പെരയ്ക്കകമൊക്കെ ഞാൻ എല്ലാം തൂത്തു. എല്ലായിടവും നന്നായിട്ട് തൂക്കണ്ടേ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കുവാണ്. ഞാൻ വീഡിയോ കട്ട് ചെയ്തായിരുന്നേ. ഞാൻ തൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി. ശേഷം ഞാൻ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനായിട്ട് ഒരുങ്ങിയതാണ്. ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അടുത്തൊത്തിരി ജോലിയുണ്ട്, ഇതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനി പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്കിംഗ് കെയർ ഓഫ്